തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്കും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ നിരീക്ഷണം വ്യാപിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ദേവസ്വം ക്ഷേത്രങ്ങളിലെ ക്രമക്കേടുകളും അഴിമതികളും സംബന്ധിച്ച വിജിലൻസ് റിപ്പോർട്ടുകളിൽ സ്വീകരിച്ച നടപടികൾ ദേവസ്വം ബോർഡ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം. സ്വമേധയാ എടുത്ത ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശബരിമലയ്ക്ക് പുറമെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് കൂടി സ്പെഷ്യൽ കമ്മീഷണറുടെ നിരീക്ഷണമെത്തും. ക്രമക്കേടുകൾ, ക്ഷേത്ര ജീവനക്കാരുടെ അഴിമതികൾ എന്നിവ കണ്ടെത്തി റിപ്പോർട്ട് വിജിലൻസ് വിങ് ദേവസ്വം ബോർഡിന് നൽകണം. വിജിലൻസ് റിപ്പോർട്ട് ലഭിച്ചാലുടൻ 1 മാസത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ച് അക്കാര്യം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുകയും വേണം. ദേവസ്വം ബോർഡിന്റെ നടപടി റിപ്പോർട്ടും സ്വന്തം നിലയ്ക്കുള്ള റിപ്പോർട്ടും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. 3 മാസം കൂടുമ്പോഴാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് നൽകേണ്ടത്. മണ്ഡല മകരവിളക്ക് സീസൺ കാലത്തും എല്ലാ മാസവും ആദ്യത്തെ 5 ദിവസവും ശബരിമല കേന്ദ്രീകരിച്ചായിരിക്കണം വിജിലൻസ് വിഭാഗം പ്രവർത്തിക്കേണ്ടത്. ശബരിമല സീസൺ കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് വിജിലൻസ് വിഭാഗം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. ശബരിമലയിലെയും മറ്റ് ക്ഷേത്രങ്ങളിലെയും റിപ്പോർട്ടുകൾ പ്രത്യേകം തയ്യാറാക്കിയാണ് വിജിലൻസ് നൽകേണ്ടത്. ജനം, കൊച്ചി.